നമ്മളെല്ലാവരുടെ ലൈഫിലും നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്താണ് ഇതുവരെ എത്തിയത്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അറിയാൻ പറ്റും മറ്റുള്ളവരെ നോവിക്കാതിരിക്കുക, അവരെ നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും മാറി നിൽക്കുക, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കാതിരിക്കുക നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇതിലൊന്നും പെടാതെ മനുഷ്യത്വം അല്പം പോലും ഇല്ലാണ്ട് ആ ഒരു സിറ്റുവേഷനെ അവരെ എന്താ പറയുക, മനസ്സുകൊണ്ട് കുത്തി വേദനിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇത് അവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ കേട്ടോ. അപ്പോൾ എടുത്തു പറയുന്ന ഒരു അവസ്ഥയാണെങ്കിൽ മാനസിക രോഗം. ഈ മാനസിക രോഗം എന്ന് പറയുന്നത് നാളെ നിങ്ങൾക്കും ഉണ്ടാവാം, എന്തായാലും വരാണ്ടിരിക്കട്ടെ. കാരണം വന്നവർക്കറിയാം ആ സിറ്റുവേഷൻ എന്താണ്. നിങ്ങൾ ഒരിക്കൽ പോലും ആലോചിക്കാറുണ്ടോ ആ ഒരു അവസ്ഥയിൽ പോകുന്ന വ്യക്തികളുടെ ഒരു മനസ്സ്, അല്ലെങ്കിൽ അവരെ ബന്ധപ്പെട്ടിരിക്കുന്ന അവരെ അച്ഛനമ്മ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന ഒരിക്കൽ പോലും നിങ്ങൾ ആലോചിക്കാറില്ല? ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞ ഈ ഒരു അവസ്ഥയിൽ നമ്മളെ വേദനിപ്പിക്കണം, നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ളത് വ്യക്തികൾ തന്നെയായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ ഒന്നും ആലോചിക്കുക, നാളെ നിങ്ങളെ വീട്ടിലും അതുണ്ടാവും. സിറ്റുവേഷനാണ് ഒരു വ്യക്തിയെ മാനസിക രോഗം ആക്കുന്നതും ആക്കാതിരിക്കുന്നതും. ഒരു 100-ൽ 20% ആൾക്കാർ മാത്രമേ ബാക്കപ്പിൽ വരുന്നുള്ളൂ, ബാക്കി എല്ലാവരും ആ ഒരു അവസ്ഥയിൽ തന്നെ പോകുന്നത്. അപ്പോൾ എനിക്കത് അറിയാൻ പറ്റുകയാണ്. കാരണം ആ ഒരു അവസ്ഥ കാരണം നമ്മളെ വേണ്ടപ്പെട്ടവർ നമ്മളെ ലൈഫിൽ നിന്ന് എന്നേക്കായിട്ട് നമ്മളെ വിട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പെയിൻ ഉണ്ടല്ലോ, അവരില്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവർ കയറിയിട്ട് നമ്മളെ ലൈഫിൽ അധികാരം എടുത്ത് നമ്മളെ ലൈഫ് ഇല്ലാണ്ടാക്കി ആളാവുമ്പോൾ ഉണ്ടാകുന്നൊരിതില്ലേ, ആ ഒരു വേദന കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്കത് അറിയാൻ പറ്റൂ. പിന്നെ ഇപ്പോൾ ഇത് വന്ന ആ വ്യക്തി നിങ്ങളെയൊക്കെ വീട്ടിലുണ്ടാവാം, അതിപ്പോൾ അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, സഹോദരനായിക്കോട്ടെ, കുഞ്ഞുങ്ങളായിക്കോട്ടെ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുക. കാരണം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ പോയി അറിയേണ്ട, അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ നമ്മളെ നെഞ്ചിയെല്ലാം പൊട്ടിപ്പോകാറുണ്ട്. കാരണം പിഞ്ച് കുഞ്ഞുങ്ങൾക്ക് വരെ ആ ഒരു അസുഖം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ വന്നു എന്നറിയാം. ഒന്ന് ആലോചിച്ച് നോക്കി. ചിത്തഭ്രമം എന്ന് മലയാളത്തിൽ പറയും. ആ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. ലൈഫ് ലോങ് ഒരേ മരുന്നുകൾ കഴിക്കുക, ഒരു നമ്മുടെ സമൂഹം ചിലപ്പോൾ അവരെ മാറ്റി നിർത്തുക, വേദനിപ്പിക്കുക, അത് കാരണം ഒരുപാട് പ്രശ്നം ഉണ്ടാവുക. അത് നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് ആ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്കറിയാൻ പറ്റുമോ, നിൻ്റെ ആൾക്ക് ഇങ്ങനെ വന്നില്ലേ, അല്ലെങ്കിൽ നിൻ്റെ ഇതിന് വന്നില്ലേ, അത് നിനക്കും വരും, നിന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നിങ്ങനെ ഒരുപാട് കുത്തുവാക്കുകളുണ്ടാവും. പക്ഷേ നഷ്ടപ്പെട്ടവർക്കേ അറിയും നമ്മളെ ലൈഫിൽ നമ്മളെ ഒരാളാണ്, അതിന് കൂടപ്പിറപ്പായിക്കോട്ടെ, നമ്മളൊരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴേ നമുക്കറിയാൻ പറ്റും. ഒന്ന് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ വിചാരിച്ചപ്പോൾ ആ വ്യക്തി നമുക്ക് തിരിച്ചു കിട്ടില്ല. ലൈഫ് അങ്ങനെയാണ്. ഈ ഒരു സംഭവത്തിന് ഒരിക്കലും മരുന്നില്ല, ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അവരെ കളിയാക്കാണ്ടിരിക്കുക. അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ മാക്സിമം ചേർത്ത് പിടിക്കുക. ഒറ്റപ്പെടുത്തല്ല വേണ്ടത്. ഒറ്റപ്പെടുത്തുന്നതിന് പകരം ചേർത്ത് നിർത്തി കളിയാക്കുകയല്ല ചെയ്യേണ്ടത്. ഉറപ്പായിട്ടും കളിയാക്കുന്ന വ്യക്തികൾക്ക് ഉറപ്പായിട്ട് ആ സിറ്റുവേഷൻ വരികയും ചെയ്യും, നിങ്ങളത് അറിയുകയും ചെയ്യും. പക്ഷെ പരമാവധി ആ സിറ്റുവേഷനിൽ കൂടെ ആരും കടന്നു പോകാതിരിക്കട്ടെ. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ ആ സിറ്റുവേഷനിൽ ഇന്നും ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കറിയാൻ പറ്റും ഒരിക്കലും ലൈഫിൽ ഒരാൾ പോലും ആ സിറ്റുവേഷനിൽ പോകാതിരിക്കണം. കാരണം ഞാൻ ചെയ്യേണ്ടതെന്നല്ല, പക്ഷേ ഇത് ഒരു വ്യക്തികളുടെ മറുപടികൾ. കാരണം ഒരിക്കൽ പോലും അത് കളിയാക്കാണ്ടിരിക്കുക. കാരണം നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് വരുമ്പോൾ നമുക്ക് കൊള്ളൂ. ആരും ഇല്ല എന്ന് വിചാരിച്ച് കൂടി ആ വ്യക്തിയെ എന്തെങ്കിലും കൊണ്ട് വേദനിപ്പിക്കാൻ നിന്ന് അവർ ലൈഫിൽ തോറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ള വ്യക്തികളുടെ ലൈഫിലെല്ലാം സഹിച്ച് നിന്ന് ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അവരിൽ നിന്ന് പറഞ്ഞ മറുപടി നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് ഇത്ര മെസ്സേജ് പറയാനുള്ളൂ. ഒരിക്കലും മറ്റുള്ളവരെ വേദനയെ നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി അവരെ വേദനിപ്പിക്കാതിരിക്കുക. അങ്ങനെയുള്ള വ്യക്തികളെ ചേർത്ത് നിർത്തുക. ചിലപ്പോൾ നമ്മളെ ചേർത്ത് നിർത്തില്ല, നമ്മളൊരു ചിരിയായിരിക്കാം അവരുടെ ലൈഫിൽ തിരികെ കൊണ്ടുവരണം. ശരിയല്ലേ? അപ്പോൾ എൻ്റെ ഈ ഒരു മെസ്സേജ് കേട്ട് ആരെങ്കിലും യോജിച്ചിട്ടുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും, തെറ്റുണ്ടെങ്കിൽ തിരുത്താനും ഉറപ്പായിട്ടും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോൻ്റെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക.